Dear students, good morning. Today we are discussing searching techniques. There are two important searching techniques. One is linear search and second is binary search. സെർച്ചിങ് എല്ലാവർക്കും അറിയാം. ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റത്തിൽ നിന്ന് ഒരു പർട്ടിക്കുലർ എലമെന്റ് അതിലുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ കണ്ടെത്തുകയാണ്. അതിന് നമ്മൾ സെർച്ച് തിരയുക എന്നുള്ളത് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഒരു ലിസ്റ്റ്, ഇറ്റ് മേ ബി അറേ ഓർ ഇറ്റ് മേ ബി ലിങ്ക്ഡ് ലിസ്റ്റ്. ആ ലിസ്റ്റിലുള്ള എലമെന്റ്സ് നമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആയിരിക്കാം. നമ്മുടെ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ സ്ട്രിങ് ആയിരിക്കാം. ഇവിടെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നമ്പേഴ്സ് ആണ്. ആ ഒരു നമ്പേഴ്സിൽ ഒരു പർട്ടിക്കുലർ നമ്പർ, ഇപ്പൊ 25 ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്യണം. അങ്ങനെ ഉണ്ട് എങ്കിൽ ആ നമ്പറിന്റെ ലൊക്കേഷൻ, അറയിലാണെങ്കിൽ ഇൻഡെക്സ്, അത് നമ്മൾ റിട്ടേൺ ചെയ്യും. എന്നിട്ട് സക്സസ്ഫുൾ, സെർച്ചിങ് ഈസ് സക്സസ്ഫുൾ. എലമെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ലൊക്കേഷൻ അഥവാ ഇൻഡെക്സ് റിട്ടേൺ ചെയ്തിട്ട് ആ ലൊക്കേഷൻ നമ്മൾ ഡിസ്പ്ലേ ചെയ്യും. ഈ ഒരു പർട്ടിക്കുലർ എലമെന്റ് 25 എന്നുള്ളത് 7ാമത്തെ ലൊക്കേഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ് 7th ഇൻഡെക്സിൽ പ്രസന്റ് ആണ്, അല്ലെങ്കിൽ 8th, 7th എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് സ്റ്റാർട്ട് 0 ആണ്, അതുകൊണ്ട് 8th എലമെന്റ് ആയിട്ട് ഏതാണോ 25 എന്നുള്ള എലമെന്റ് പ്രസന്റ് ആണ്. ഇങ്ങനെ എലമെന്റ് ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റത്തിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ് നമ്മൾ സേവ് ചെയ്യുന്നത് ഇവിടെ അറയിലാണ്. ഒരു അറയിൽ അല്ലെങ്കിൽ ലിങ്ക്ഡ് ലിസ്റ്റിൽ ഗ്രൂപ്പ് എന്ത് ചെയ്യുക, ഒരു പർട്ടിക്കുലർ എലമെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് സെർച്ച് ചെയ്തിട്ട് അതിന്റെ, അല്ലെങ്കിൽ അത് കണ്ടെത്തിയിട്ട് അതിന്റെ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ലൊക്കേഷൻ റിട്ടേൺ ചെയ്യുക, അല്ലെങ്കിൽ സെർച്ച് ഈസ് അൺസക്സസ്ഫുൾ, അങ്ങനത്തെ ഒരു എലമെന്റ് ഇല്ല എന്നുള്ളത് റിട്ടേൺ ചെയ്യുക. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെർച്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സെർച്ചിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ ലൊക്കേഷൻ ഓഫ് എ ഗിവൺ എലമെന്റ് ഇൻ ദ ലിസ്റ്റ്. നമ്മൾ പറഞ്ഞു ലിസ്റ്റിൽ ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ലൊക്കേഷൻ റിട്ടേൺ ചെയ്യുക. ഇഫ് എലമെന്റ് ഈസ് പ്രസന്റ് ഇൻ ദ ലിസ്റ്റ്, ആ എലമെന്റ് അതിലുണ്ട് എങ്കിൽ നമുക്ക് പറയാം വി ക്യാൻ സേ ദാറ്റ് ദ സെർച്ച് ഈസ് സക്സസ്ഫുൾ. അപ്പോൾ സെർച്ച് സക്സസ്ഫുൾ ആണെങ്കിൽ അതിന്റെ ലൊക്കേഷൻ റിട്ടേൺ ചെയ്യും. അതർവൈസ് വി വിൽ സേ ദ സെർച്ച് ഈസ് അൺസക്സസ്ഫുൾ. ഓൾറെഡി I told you there are there are popular two type of searching techniques. One is linear search and second is binary search. First, linear search or sequential search. The name implies the searching technique. Means here we are searching the elements one by one. It is the simplest searching algorithm. ഇത് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സെർച്ചിങ് അൽഗോരിതം ആണ് ഏത്, ലീനിയർ സെർച്ച് ഓർ സീക്വൻഷ്യൽ സെർച്ച്. ഈ സെർച്ചിങ്ങിൽ വി ആർ ട്രാവേഴ്സിംഗ് ദ ലിസ്റ്റ് ഓർ അറേ ഓർ ലിങ്ക്ഡ് ലിസ്റ്റ്. ഇവിടെ ലിസ്റ്റ് എന്ന് പറഞ്ഞത് ഇറ്റ് മേ ബി ഞാൻ പറഞ്ഞു അറേ അല്ലെങ്കിൽ ലിങ്ക്ഡ് ലിസ്റ്റ്. വി ആർ ട്രാവേഴ്സിംഗ് ഫ്രം ഫസ്റ്റ് ടു ദ എൻഡ് ഓഫ് ദ ലിസ്റ്റ്. വി വിൽ കമ്പയർ വൺ ബൈ വൺ ഈച്ച് എലമെന്റ് ഇൻ ദ ലിസ്റ്റ്. ലിസ്റ്റിലുള്ള ഓരോ എലമെന്റ് എടുത്തിട്ട് നമ്മളുടെ ഏത് എലമെന്റ് ആണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. സെർച്ച് അപ്പോൾ ഏതെങ്കിലും ഒന്ന് മാച്ച് ആവുകയാണെങ്കിൽ ഉടനെ തന്നെ പറയും ദ സെർച്ച് ഈസ് സക്സസ്ഫുൾ ആറ്റ് ദ ലൊക്കേഷൻ ഓഫ് ദ എലമെന്റ് ഇൻ ദ അറേ ഈസ് ഓർ ഇൻ ദ ലിസ്റ്റ് ഈസ് എന്ന് പറഞ്ഞിട്ട് ആ ലൊക്കേഷൻ ഡിസ്പ്ലേ ചെയ്യും. അങ്ങനെ ഒരു എലമെന്റ് ഇല്ല എങ്കിൽ അതെന്ത് ചെയ്യും, സെർച്ച് ഈസ് അൺസക്സസ്ഫുൾ എന്ന് പറയും. എന്താണ് ലീനിയർ സെർച്ച് നിങ്ങൾക്ക് മനസ്സിലായി. വി ആർ സെർച്ചിങ് എ പർട്ടിക്കുലർ എലമെന്റ് ഫ്രം ഫസ്റ്റ് ഇൻ ദ ഗിവൺ ലിസ്റ്റ് ഫ്രം ഫസ്റ്റ് ടു ലാസ്റ്റ്, ഓർ വി ക്യാൻ സേ ദാറ്റ് we are traversing the list from first to the end of the list. Each element we will compare with the searching element. ഏതാണോ സെർച്ചിങ് ആയിട്ട് നമ്മൾ ഏത് നമ്പർ ആണോ സെർച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ എലമെന്റ് ആണോ സെർച്ച് ചെയ്യുന്നത് അതിനെ വൺ ബൈ വൺ ആയിട്ട് ഒന്നാമത്തെ എടുത്ത് കമ്പയർ ചെയ്യും, രണ്ടാമത്തെ എടുത്ത് അതാണോ എന്ന് ചെക്ക് ചെയ്യും, മൂന്നാമത്തെ എടുത്തിട്ട് ചെക്ക് ചെയ്യും. ഇങ്ങനെ എൻഡ് ഓഫ് ദ ലിസ്റ്റ് വരെ നമ്മൾ എന്ത് ചെയ്യും, സെർച്ച് ചെയ്യും. കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ എലമെന്റ് ആ ലിസ്റ്റിൽ ഉണ്ട് എങ്കിൽ അതിന്റെ ലൊക്കേഷൻ റിട്ടേൺ ചെയ്യും, സെർച്ച് ഈസ് സക്സസ്ഫുൾ എന്ന് പ്രിന്റ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പൊ എൻഡിൽ എത്തിയിട്ടും അങ്ങനത്തെ ഒരു എലമെന്റ് ഇല്ല എങ്കിൽ അല്ലെങ്കിൽ നമ്പർ ഇല്ല എങ്കിൽ അൺസക്സസ്ഫുൾ എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യും. ഇപ്പൊ ഒരു എലമെന്റ്, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണ്, അറയാണ് തന്നിട്ടുള്ളത്. 5 എലമെന്റ്സ് ഉള്ള അറയാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം ഇൻഡെക്സ് 0 to 4, 2ന്റെ ഇൻഡെക്സ് 0 ആണ്, 9ന്റെ ഇൻഡെക്സ് 4 ആണ്. സെർച്ചിങ് എലമെന്റ് നമ്മളിപ്പോ ഇതിൽ സെർച്ച് ചെയ്യാൻ പോകുന്നത് നമ്പർ 1 നം എന്നുള്ളത് ഇവിടെ സെർച്ചിങ് എലമെന്റ് ആണ് ഉദ്ദേശിച്ചത്. 1 എന്നുള്ളത് ഇതിലുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, നോക്കിയാൽ തന്നെ അറിയാം. പക്ഷെ ആ സെർച്ചിങ് ടെക്നിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ലീനിയർ സെർച്ച് എന്നുള്ളത് കൊണ്ട് എങ്ങനെയാണ് കമ്പ്യൂട്ടർ നമ്മൾ അത് എക്സ്പ്രസ് ചെയ്ത് കൊടുക്കുക
എന്നുള്ളത് ഉള്ള രീതിയിലാണ് നമ്മളിവിടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു ലീനിയർ സെർച്ച് മീൻസ് വി ആർ കമ്പയറിംഗ് ദ എലമെന്റ്സ് ഫ്രം ഫസ്റ്റ് ടു ലാസ്റ്റ്. ഇഫ് ദ എലമെന്റ് ഈസ് പ്രസന്റ് ഇറ്റ് റിട്ടേൺ ദ ലൊക്കേഷൻ. ഇപ്പൊ ഒന്നാമത്തെ എലമെന്റ് നമ്മൾ എടുക്കണം, അതാണ് കമ്പയറിംഗ് ദ ഫസ്റ്റ് എലമെന്റ് വിത്ത് നമ്മ് എന്നുള്ളതാണ് സെർച്ചിങ് എലമെന്റ്. അപ്പൊ അതുമായിട്ട് ഒന്നാമത്തെ എലമെന്റിനെ നമ്മൾ കമ്പയർ ചെയ്യാണ്. ഒന്നാമത്തെ ഇൻഡെക്സ് അറയാണ് 0, അറേ ഓഫ് 0, ഒന്നാമത്തെ എലമെന്റ് 2 എന്നുള്ളത്, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് 2. നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യാണ്? 1 സെർച്ചിങ് എലമെന്റ് 1 ആണ്, അതാണ് ഇവിടെ 1 ബ്രാക്കറ്റ് കൊടുത്തിട്ടുള്ളത്, അതുമായിട്ട് കമ്പയർ ചെയ്യും. നോട്ട് ഈക്വൽ ടു നമ്പർ. ഒന്നാമത്തെ എലമെന്റ് എന്തല്ല? 1 അല്ല. പിന്നെ അഗെയിൻ വിൽ മൂവ് ടു സെക്കൻഡ് എലമെന്റ്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ എലമെന്റിലേക്ക് മൂവ് ചെയ്യണം. അതാ കമ്പയറിംഗ് സെക്കൻഡ് എലമെന്റ് വിത്ത് നം എന്ന് വെച്ചാൽ ഇൻഡെക്സ് നമ്മളൊന്ന് എന്ത് ചെയ്യും? ഇൻക്രിമെന്റ് ചെയ്യും. അതാണ് ഇവിടെ ഇൻക്രിമെന്റ് ചെയ്തിട്ടുണ്ട്. അറേ ഓഫ് 1 0 1 ആയി സെക്കൻഡ് എലമെന്റ്. 4 ആണ്. 4 നമ്മൾ നമ്മുമായിട്ട് ഒന്നുമായിട്ട് കമ്പയർ ചെയ്യാണ്. അപ്പൊ നമുക്ക് കാണാൻ പറ്റും 4ഉം അതുപോലെ തന്നെ സെർച്ചിങ് എലമെന്റ് 1ഉം ഈക്വൽ അല്ല. ഉടനെ തന്നെ അവിടെ എന്തല്ല? നമുക്ക് സക്സസ്ഫുൾ അല്ല. നെക്സ്റ്റിലേക്ക് മൂവ് ചെയ്യാണ്. കമ്പയറിംഗ് തേർഡ് എലമെന്റ് വിത്ത് ദ നമ്പർ. തേർഡ് എലമെന്റുമായിട്ട് കമ്പയർ ചെയ്യണം. അപ്പൊ തേർഡ് എലമെന്റ് അറേ ഓഫ് 2, ഇൻഡെക്സ് 2 ആണ്, 0 ആയിട്ടാണ് വന്നത്, അതും നമ്മളുടെ സെർച്ചിങ് എലമെന്റ് അല്ല. നെക്സ്റ്റ് വീണ്ടും ഫോർത്ത് എലമെന്റിലേക്ക് മൂവ് ചെയ്യാണ്. കമ്പയറിംഗ് ഫോർത്ത് എലമെന്റ് വിത്ത് നം. അറേ ഓഫ് 3 എന്നാണ് ഫോർത്ത്, കാരണം ഇൻഡെക്സ് 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. 1 ഈക്വൽ ടു നമ്പർ. ഉടനെ നമുക്ക് പറയാം സെർച്ച് ഈസ് സക്സസ്ഫുൾ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സെർച്ച് ഈസ് സക്സസ്ഫുൾ ആൻഡ് ഇറ്റ് റിട്ടേൺ ദ ലൊക്കേഷൻ. ആൻഡ് ഇറ്റ് റിട്ടേൺ ലൊക്കേഷൻ മീൻസ് ലൊക്കേഷൻ ഓഫ് ദ സെർച്ചിങ് എലമെന്റ് 1 ഇൻ ദ ഗിവൺ അറേ ഈസ് 4. അത് നാലാമത്തെ ലൊക്കേഷനിലാണ് വന്നിട്ടുള്ളത്. ഇൻഡെക്സ് 3 ആണ്, ലൊക്കേഷൻ ആണ് ഇവിടെ എന്ത് പറഞ്ഞിട്ടുള്ളത്? 4 ആണ്. ലൊക്കേഷൻ സ്റ്റാർട്ട് ഫ്രം 1. ദിസ് ടൈപ്പ് ഓഫ് സെർച്ചിങ്, ഈ ഒരു സെർച്ചിങ് ടെക്നിക്കിനെയാണ് നമ്മൾ ലീനിയർ സെർച്ച് അഥവാ സീക്വൻഷ്യൽ സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ അൽഗോരിതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ലീനിയർ സെർച്ച് അറേ, നമ്മൾ സെർച്ച് ചെയ്യുന്ന ലിസ്റ്റ് അല്ലെങ്കിൽ ആ അറേയുടെ പേരാണ് ഇവിടെ ARR. സെർച്ചിങ് അതിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സിനെയാണ് N എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ നമ്മ് എന്ന് ഉദ്ദേശിച്ചുള്ള സെർച്ചിങ് എലമെന്റിനെയാണ്. ഇപ്പൊ ഒന്നാമത്തെ എലമെന്റ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അറയിലുള്ള, അതാണ് ഇൻഡെക്സ് 0 എന്ന് കൊടുത്തിട്ടുള്ളത്. I equal to 0, ഫ്ലാഗ് 0. എന്നിട്ട് നമ്മള് സ്റ്റെപ്പ് 3 മുതൽ 4 വരെ എന്ന് വെച്ചാൽ 1 by 1 ആയിട്ട് സീക്വൻഷ്യൽ സെർച്ച് ചെയ്യാണ്. അറേ ഓഫ് 0 ഈക്വൽ ടു നമ്പർ. ഒന്നാമത്തെ എലമെന്റ് ആ എലമെന്റുമായിട്ട് കമ്പയർ ആണ്. അത് ശരിയാണെങ്കിൽ എന്ന് വെച്ചാൽ അത് ഈക്വൽ ആണെങ്കിൽ, ആ എലമെന്റ് ആണെങ്കിൽ ഉടൻ തന്നെ ആ ലൊക്കേഷൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അതാണ് ഡിസ്പ്ലേ ലൊക്കേഷൻ. ഫ്ലാഗ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കും. രണ്ടാമത്തെ എലമെന്റ് പോകും. രണ്ടാമത്തെ സെർച്ച്, അങ്ങനെ എത്ര എലമെന്റ്സ് ആണ് അതിലുള്ളത് അതിന്റെ ഒക്കെ മീൻസ് എത്ര എലമെന്റ് ആണോ ഇതിൽ അറേയിൽ നമ്മൾ സെർച്ചിങ് എലമെന്റിന് ഈക്വൽ ആയിട്ട് വന്നിട്ട് അതിന്റെ ഒക്കെ ലൊക്കേഷൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഒന്നും ഇല്ല എങ്കിൽ എന്ന് വെച്ചാൽ ഇവിടെ ഫ്ലാഗ് അപ്പം 1 ആയി സെറ്റ് ചെയ്യില്ല. ഒന്നുമായിട്ടും ആ ഒരു എലമെന്റേ അതിലില്ല എങ്കിൽ ഫ്ലാഗ് ഇവിടെ കൊടുത്ത 0 തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ വരുന്നത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഫ്ലാഗ് 0 ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു ലൊക്കേഷനിലും അത് വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സെർച്ച് ഈസ് അൺസക്സസ്ഫുൾ എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യും. ഇതിനെയാണ് നമ്മൾ ലീനിയർ സെർച്ച് എന്ന് പറഞ്ഞിട്ട്. അൽഗോരിതം വളരെ ഈസിയാണ്. 1 by 1 ആയിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് പോവാണ്. നെക്സ്റ്റ് സെക്കൻഡ് സെർച്ചിങ് ടെക്നിക്ക് ഈസ് ബൈനറി സെർച്ച്. നമുക്കറിയാം, നമ്മൾ ആൾറെഡി ലീനിയർ സെർച്ച് ഡിസ്കസ് ചെയ്തു. ഇൻ ലീനിയർ സെർച്ച് വി ആർ കമ്പയറിംഗ് ഈച്ച് എലമെന്റ് ഇൻ ദ അറേ വിത്ത് സെർച്ചിങ് എലമെന്റ്. ഓരോ എലമെന്റും നമ്മൾ സെർച്ചിങ് എലമെന്റുമായിട്ട് കമ്പയർ ചെയ്യാണ്. ഇപ്പൊ 100 നമ്പേഴ്സ് ഉള്ള ഒരു അറേ ആണെങ്കിൽ ആ 100 നമ്പേഴ്സ് നമ്മൾ സെർച്ചിങ് എലമെന്റുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ദർ ആർ 100 സെർച്ചസ് അവിടെ വരുന്നുണ്ട്. സിമിലർലി ഇഫ് ആൻ അറേ വിത്ത് 1000 എലമെന്റ്സ് there will be 1000 searches. അപ്പോൾ 1000 searches വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ ഒരു ഒരു ബിഗ് അറേ അല്ലെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഹയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 10,000 ഗ്രേറ്റർ ദാൻ 10,000 ആയിട്ടുള്ള എലമെന്റ്സ് വരുന്ന ഒരു അറേ ആണെങ്കിൽ അത്രയും സെർച്ചസ് അവിടെ വരും. നമ്പർ ഓഫ് എലമെന്റ്സ് ഈക്വൽ ആയിട്ടുള്ള സെർച്ചസ് വരുന്നുണ്ട്. അത് നമുക്ക് വലിയ ഒരു അറേയുടെ കേസിൽ വെരി ഡിഫിക്കൽട്ട് ആണ്. ആ ഒരു ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ബൈനറി സെർച്ച് വന്നിട്ടുള്ളത്. പക്ഷെ ബൈനറി സെർച്ചിനുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ we can implement binary search only in the sorted list or sorted array. എലമെന്റ്സ് സോർട്ടഡ് ഓർഡറിൽ വന്നിട്ടുള്ള അറയിൽ മാത്രമേ നമുക്ക് ബൈനറി സെർച്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡർ ആയിരിക്കണം എലമെന്റ്സ്, എങ്കിൽ മാത്രമേ നമുക്ക് ബൈനറി സെർച്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബൈനറി സെർച്ച് യൂസേഴ്സ്
minimum number of searches for locating position of an element in a sorted list. സോർട്ടർ ലിസ്റ്റിൽ ഒരു എലമെന്റിന്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം നമ്പർ ഓഫ് സെർച്ചസ് യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം ഇറ്റ് ഈസ് നോട്ട് ഫോളോയിങ് ദ മീൻസ് ട്രാവേഴ്സിങ് ഈച്ച് എലമെന്റ് ഓഫ് അറേ. അറേയിൽ ഓരോ എലമെന്റ്സും ട്രാവേഴ്സ് ചെയ്യുക എന്നുള്ള ഒരു ടെക്നിക് അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് അതിന് പകരമായിട്ട് ബേസ്ഡ് അപ്പോൺ ഡിക്ഷണറി സെർച്ചിങ്ങിന് നമ്മൾ ഒരു വേർഡ് ഡിക്ഷണറിയിൽ സെർച്ച് ചെയ്യുന്ന അതേ ടെക്നിക്കാണ് നമ്മളിവിടെ ബൈനറി സെർച്ചിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ഒരു വേർഡ് സെർച്ച് ചെയ്യാണ് ഡിക്ഷണറിയിൽ ഡബ്ല്യു കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വാക്ക്, ദിസ് ഈസ് ഇൻ ദ സെക്കൻഡ് ഹാഫ്, രണ്ടാമത്തെ ഹാഫിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാഫ് ഇങ്ങോട്ട് റിമൂവ് ചെയ്തിട്ട് സെക്കൻഡ് ഹാഫിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡബ്ല്യു എന്നുള്ള സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ് സെർച്ച് ചെയ്യുന്നത്. ആ സ്ഥാനത്ത് നമ്മൾ ബി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ എ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഇപ്പം ആൻസസ്റ്റർ അല്ലെങ്കിൽ ആക്സിഡന്റ്, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഹാഫിലാണ് സെർച്ച് ചെയ്യുക. ഇവിടെ നമ്മൾ ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് മിഡിൽ എലമെന്റ് കണ്ടിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന എലമെന്റ് ഫസ്റ്റ് ഹാഫിലാണോ സെക്കൻഡ് ഹാഫിലാണോ ചെക്ക് ചെയ്യാണ്. ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ സെക്കൻഡ് ഹാഫ് മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെ സെർച്ചിങ്ങിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണ്. ആ ഒരു പ്രോസസ്സാണ് ഇവിടെ ബൈനറി സെർച്ച് എന്ന് പറയാം. ഇപ്പൊ നമ്മളൊരു പർട്ടിക്കുലർ എലമെന്റ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ 56 എന്നുള്ളത് സെർച്ച് ചെയ്യുകയാണെങ്കിൽ മിഡിൽ എലമെന്റ് 39 ആണെങ്കിൽ 56 എന്നുള്ളത് ഗ്രേറ്റർ ആണ്. ഇതൊരു സോർട്ടർ ലിസ്റ്റിലാണ് വന്നിട്ടുള്ളത്. സോർട്ടർ ലിസ്റ്റിൽ മാത്രമേ ബൈനറി സെർച്ച് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സെക്കൻഡ് ഹാഫിലാണ് ഏത് വരുന്നത്, 56 വരുന്നത് എന്ന് പറയാം. ആ സ്ഥാനത്ത് നമ്മൾ സെർച്ച് ചെയ്യുന്നത് 25 ആണെങ്കിൽ 39നേക്കാൾ കുറവാണ്. ഇപ്പൊ നമുക്കറിയാം ഫസ്റ്റ് ഹാഫിലാണ് വരുന്നത്. ഫസ്റ്റ് ഹാഫിലാണ് വരുന്നതെങ്കിൽ സെക്കൻഡ് ഹാഫ് സെർച്ചിങ് എന്ന് ഒഴിവാക്കാം. അതല്ല സെക്കൻഡ് ഹാഫിലാണ് വരുന്നെങ്കിൽ ഫസ്റ്റ് ഹാഫ് നമുക്ക് സെർച്ചിങ് നിന്ന് ഒഴിവാക്കാം. അങ്ങനെ ഹാഫ് പോർഷൻ എത്ര, ഹാഫ് സബ് ആ അറയുടെ ഹാഫ് സൈസ് എത്രയാണോ അത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഈ പ്രോസസ് ഇങ്ങനെ ആ എലമെന്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് വരെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ബൈനറി സെർച്ച്. അതവിടെ പറഞ്ഞിട്ടുള്ളത് ബൈനറി സെർച്ച് യൂസസ് മിനിമം നമ്പർ ഓഫ് സെർച്ചേഴ്സ് ഫോർ ലൊക്കേറ്റിംഗ് ദ പൊസിഷൻ ഓഫ് ആൻ എലമെന്റ് ഇൻ ദ സോർട്ടർ ലിസ്റ്റ്. കാരണം സോർട്ടർ ലിസ്റ്റിൽ മിനിമം നമ്പർ ഓഫ് സെർച്ചസ് വരുന്നുള്ളൂ. കാരണം ഒരു ഇപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു 10 എലമെന്റ്സ് ഉള്ള ഒരു അറേ ആണെങ്കിൽ അതിനെ നമ്മൾ മിഡിൽ എലമെന്റ് എടുത്ത് സെർച്ച് ചെയ്യണം. ആ മിഡിൽ എലമെന്റ് സെർച്ച് ചെയ്യുന്ന എലമെന്റിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ ആദ്യത്തെ 5 എലമെന്റിനെ നമ്മൾ സെർച്ചിങ് ഒഴിവാക്കിയിട്ട് സെക്കൻഡ് ആയിട്ടുള്ള 5 എലമെന്റിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, രണ്ടാമത് സെർച്ചിങ് നടത്താൻ പോകുന്നത്. ഫസ്റ്റ് ഹാഫ് നമ്മൾ റിമൂവ് ചെയ്യാണ്, കാരണം അതിൽ വരുന്നില്ല. കാരണം മിഡിൽ എലമെന്റിനേക്കാൾ ഹയർ ആണ്. മിഡിൽ എലമെന്റിനേക്കാൾ ലോവർ ആണെങ്കിൽ നമുക്ക് പറയാം അപ്പൊ വരുന്നത് ലോവർ അറയിലാണ്, ലോവർ ഹാഫിലാണ്. അതുകൊണ്ട് തന്നെ അപ്പർ ഹാഫ് നമ്മൾ എന്ത് ചെയ്യാണ്, സെർച്ചിങ്ങിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. ഇങ്ങനെ നമ്മൾ ആ ഒരു ഡിക്ഷണറി പോലെ തന്നെ സെർച്ചിങ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സെർച്ചിങ് ടെക്നിക്കാണ് ഇത് ബൈനറി സെർച്ചിങ്. ലൊക്കേറ്റിംഗ്, അവിടെ പറയുന്നത് ലൊക്കേറ്റിംഗ് ദ മിഡിൽ. ഫസ്റ്റ് നമ്മൾ മിഡിൽ ലൊക്കേറ്റ് ചെയ്യും, എന്നിട്ട് നമ്മൾ കമ്പയർ ചെയ്യാണ് അതിനേക്കാൾ ഗ്രേറ്റർ ആണോ, സെർച്ചിങ് എലമെന്റിനേക്കാൾ മിഡിൽ ഗ്രേറ്റർ ആണോ ലോവർ ആണോ. സെർച്ചിങ് എലമെന്റ് മിഡിൽ എലമെന്റിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ ഫസ്റ്റ് ഹാഫ് നമ്മൾ എന്ത് ചെയ്യാണ്, എലിമിനേറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സെക്കൻഡ് ഹാഫ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സെർച്ചിങ്ങിന് വേണ്ടി എടുക്കുക. അതല്ല ഫസ്റ്റ് ഹാഫിലാണ് വരുന്നത്, അത് ലോവർ ആണെങ്കിൽ, സെർച്ചിങ് എലമെന്റ് ലോവർ ആണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ സെർച്ച് ചെയ്യും, സെക്കൻഡ് ഹാഫ് എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യും. ഈ ഒരു പ്രോസസ്സ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത് വരെ കണ്ടിന്യൂ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്, ബൈനറി സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ലൊക്കേറ്റിംഗ് ദ മിഡിൽ എലമെന്റ്, ഇഫ് ദ മിഡിൽ എലമെന്റ് ഈസ് ഈക്വൽ ടു ദ സെർച്ച് വാല്യൂ. ആദ്യം നമ്മൾ അതിനെ കമ്പയർ ചെയ്യും, എന്നിട്ട് അത് അതന്നെ ആണ് എങ്കിൽ നമ്മൾ എന്ത് പറയും, സെർച്ച് ഈസ് സക്സസ്ഫുൾ എന്ന് പറയും. അല്ലാത്ത പക്ഷം നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ആ സെർച്ചിങ് എലമെന്റ് ഗ്രേറ്റർ ആണോ, മിഡിലിനേക്കാൾ ഗ്രേറ്റർ ആണോ, പറഞ്ഞു പോയി ലോവർ ആണെന്ന് സെർച്ച് ചെയ്തിട്ട് ആ ഒരു ഹാഫിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, സെർച്ചിങ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ബൈനറി സെർച്ച് ക്യാൻ ബി ഇംപ്ലിമെന്റഡ് ഇൻ സോർട്ടഡ് അറേ എലമെന്റ്സ്. നമ്മൾ പറഞ്ഞു സോർട്ടഡ് അറേ എലമെന്റ്സിലെ പറ്റുകയുള്ളൂ. ഇഫ് ദ ലിസ്റ്റ് ഓഫ് എലമെന്റ്സ് ആർ നോട്ട് അറേഞ്ച്ഡ് ഇൻ സോർട്ടഡ് മാനർ, സോർട്ടഡ് ഓർഡർ അല്ല എങ്കിൽ ഫസ്റ്റ് നമ്മൾ ആ എലമെന്റ്സിനെ സോർട്ടഡ് ഓർഡറിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ദിസ് സെർച്ചിങ് ഈസ് സ്യൂട്ടബിൾ ഇഫ് ദ എലമെന്റ്സ് ആർ ഇൻ സോർട്ടഡ് ഓർഡർ ആൻഡ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ ലിസ്റ്റ് ആർ ഹൈ. നമ്പർ ഓഫ് എലമെന്റ്സ് ഹൈ ആയി വരുന്ന ലിസ്റ്റിലാണ് നമുക്ക് ഏറ്റവും എന്താണ് ഈ ബൈനറി സെർച്ച് ടെക്നിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. നമ്പർ ഓഫ് എലമെന്റ്സ് വെരി ലെസ് ആണെങ്കിൽ, വെരി ലോ ആണെങ്കിൽ വി ആർ യൂസിങ് ലീനിയർ സെർച്ച്. അവിടെ നമ്മൾ ലീനിയർ സെർച്ച് ആണ് ഉപയോഗിക്കുക. എക്സാമ്പിൾ
ഇപ്പൊ ഇവിടെ നമ്പർ ഓഫ് എലമെന്റ്സ് 9 എലമെന്റ്സ് ആണുള്ളത്. ഫസ്റ്റ് നമ്മൾ മിഡിൽ എടുക്കും, അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ബിഗിനിങ് എടുത്തു 0, എൻഡ് 8 എടുത്തു, അതിന്റെ ഹാഫ് എടുത്തു. അപ്പൊ ഇവിടെ മിഡിൽ എലമെന്റ് 4 39 കിട്ടും. ഇൻഡെക്സ് 4 ആണ്. അപ്പൊ അതിലുള്ള എലമെന്റ് എടുക്കുക നമ്മൾ 39, എന്നിട്ട് സെർച്ചിങ് എലമെന്റുമായിട്ട് കമ്പയർ ചെയ്യാണ്. ആ സെർച്ചിങ് എലമെന്റ് 56 39നേക്കാൾ കൂടുതലായതുകൊണ്ട് നമുക്ക് പറയാം 39 കഴിഞ്ഞ് വരുന്ന അല്ലെങ്കിൽ അപ്പർ സബ് അറയിലാണ് അല്ലെങ്കിൽ അപ്പർ ഹാഫിലാണ് ഏത് വരുന്നത്, നമ്മളെ സെർച്ചിങ് എലമെന്റ് വരിക. അപ്പൊ നമുക്ക് ആദ്യത്തെ ഈ ഒരു ഹാഫ് നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. ഇനി സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് അസെൻഡിങ് ഓർഡർ ആണെങ്കിൽ സോർട്ടർ ഓർഡറിലാണ്. അപ്പൊ അതാണ് നെക്സ്റ്റ് നമ്മളിവിടെ കാണിക്കുന്നത്. നമ്മൾ എടുത്തു, ഇതാണ് 39 എന്നുള്ളത് നമ്മളെ സെർച്ചിങ് എലമെന്റ്. ഇനി നമ്മൾ സെർച്ച് ചെയ്തു, അപ്പൊ നമുക്ക് പറയാം അപ്പർ ഹാഫിലാണ് ഏത് വന്നിട്ടുള്ളത്, അടുത്ത് നമ്മുടെ 56 വരുന്നതെന്ന് പറയാം. ഉടൻ തന്നെ ഇനി നമ്മൾ ലോവർ ഹാഫ് ഒഴിവാക്കി അപ്പർ ഹാഫിലെ ബിഗിനിങ് എടുത്തു. അപ്പൊ 5, അതാണ് മിഡ് പ്ലസ് 1, 5 എടുത്തു. അതുപോലെ തന്നെ എൻഡ് അതുപോലെ തന്നെ, കാരണം എൻഡ് നമുക്ക് മാറ്റൊന്നുമില്ല, കാരണം എൻഡ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റിലാണ് വരുന്നത്. അത് 8 തന്നെ എടുത്തു. എന്നിട്ട് അതിന്റെ മിഡിൽ കണ്ടു. അപ്പൊ നമുക്കറിയാം 13/2 6.5 സീലിംഗ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് 7 എടുത്ത്, ഫ്ലോർ എടുക്കുകയാണെങ്കിൽ 6 എടുക്കാൻ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ ഇവിടെ 7 ആണ് എടുത്തിട്ടുള്ളത്. വീണ്ടും അപ്പൊ 7 ആണ് അതിന്റെ മിഡിൽ വന്നിട്ടുള്ളത്. ആ എലമെന്റ് നമ്മളെ സെർച്ചിങ് എലമെന്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാണ്. അപ്പൊ നമുക്കറിയാം ഈക്വൽ ആണ്. ഉടൻ തന്നെ ഇത് റിട്ടേൺ ചെയ്യും. സെർച്ച് ഈസ് സക്സസ്ഫുൾ ആൻഡ് ദ ലൊക്കേഷൻ ഈസ് 7. ഇൻഡെക്സ് 7 ആണ്, ലൊക്കേഷൻ 8 ആണ്. 7 എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല, 7 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് റിട്ടേൺ ചെയ്യും. ഈ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിട്ടുള്ളത്, ബൈനറി സെർച്ച് എന്ന് പറയും. ഇപ്പൊ ഇവിടെ കണ്ടിട്ടില്ലെങ്കിൽ വീണ്ടും അതിനെ ലോവർ അപ്പർ സബ്ബർ ആയിട്ട് തിരിക്കും. അപ്പറിലാണോ മിഡിൽ എലമെന്റിനേക്കാൾ കൂടുതലാണോ സെർച്ചിങ് എലമെന്റ് വരുന്നത് നോക്കും, അല്ല ലോവർ ആണോ എന്ന് നോക്കും. അതിനനുസരിച്ച് അത് ഒരു ഹാഫ് നമ്മൾ എലിമിനേറ്റ് ചെയ്യും, രണ്ടാമത്തെ ഹാഫ് നമ്മൾ സെർച്ചിന് വേണ്ടി എടുക്കും. ഈ പ്രോസസ് ആ എലമെന്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ കണ്ടിന്യൂ. ഒന്നെങ്കിൽ എലമെന്റ് ഉണ്ടാവും, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ലൊക്കേഷൻ റിട്ടേൺ ചെയ്യും, എന്നിട്ട് സക്സസ്ഫുൾ എന്ന് പറയും. ഇല്ല എങ്കിൽ അൺസക്സസ്ഫുൾ എന്ന് പറയും. അതുവരെ നമ്മൾ എന്ത് ചെയ്യും, ഇതേ മോഡൽ ഡിവൈഡ് ചെയ്തിട്ട് തന്നെ അറയെ എങ്ങനെ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ടു ഹാഫ് എന്താണ് ഈക്വൽ സബ് അറയാക്കി ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഇതിനാണ് നമ്മളെ ബൈനറി സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതൊക്കെ ഒരു കമ്പാരിസൺ ആണ്. എലമെന്റ്സ് നീഡ് നോട്ട് ബി എനി ഓർഡർ. ഇവിടെ ലീനിയർ സെർച്ചിൽ ഒരു എലമെന്റ്സ് എന്ത് വേണ്ട, ഒരു ഓർഡർ നമുക്ക് വേണമെന്നില്ല. പക്ഷെ ഇവിടെ നമുക്കറിയാം ഏത് ഓർഡറിലാണെങ്കിൽ ലീനിയർ സെർച്ചിൽ നമുക്ക് എലമെന്റ് സെർച്ച് ചെയ്യാം. 1 by 1 ആയിട്ട് സെർച്ച് ചെയ്ത് പോവാണ്. പക്ഷെ ഇവിടെ നമുക്ക് സോർട്ടർ ഓർഡർ തന്നെ വേണം ബൈനറി സെർച്ചിൽ. കാരണം ലീനിയർ സെർച്ച് നമ്മൾ പറഞ്ഞ 1000 എലമെന്റ്സിന്റെ 1000 കമ്പാരിസൺസ് അല്ലെങ്കിൽ സെർച്ചസ് അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് എന്താണ് ഇറ്റ് ഇസ് എ ടൈം കൺസ്യൂമിങ്. ദിസ് സെർച്ചിങ് ഈസ് ടൈം കൺസ്യൂമിങ്. കൂടുതൽ ടൈം എടുക്കുന്ന ഒന്നാണ് ഏത്, ലീനിയർ സെർച്ച്. ഇവിടെ ലെസ് ടൈം എടുക്കുന്നു, കാരണം ഫസ്റ്റ് മിഡിൽ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ഹാഫ് അതോടുകൂടി തന്നെ റിമൂവ് ചെയ്യാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എലിമിനേറ്റ് ചെയ്യാണ്. അപ്പൊ ഇതെന്താ സെർച്ച് എന്താ വളരെ കുറച്ച് ടൈം മതി. മറ്റേ എന്താണ് ഇവിടെ ലീനിയർ സെർച്ച് എല്ലാ എലമെന്റ്സും നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ബൈനറി സെർച്ചിൽ അങ്ങനെയില്ല, നമ്മൾ എല്ലാ എലമെന്റ്സും സെർച്ച് ചെയ്യുന്നില്ല. ഒരു സ്മോൾ നമ്പർ ഓഫ് അല്ലെങ്കിൽ എന്താണ് ലെസ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണെങ്കിലാണ് ലീനിയർ സെർച്ച് സൂട്ടബിൾ ആവുന്നത്. ഹയർ നമ്പർ ഓഫ് അല്ലെങ്കിൽ സൈസ് ഓഫ് ദ അറേ ഈസ് വെരി ഹൈ, ലാർജ് ആണെങ്കിൽ ബൈനറി സെർച്ച് ഈസ് സൂട്ടബിൾ. ഇത്രയാണ് ഇന്നത്തെ ഉള്ളത്. സെർച്ചിങ് ഇതോടുകൂടി കഴിഞ്ഞു. താങ്ക് യു.